LLR ആണ് പറയുന്നത്. LLR എന്ന് വെച്ചാൽ ലേറ്റ് ലാറ്റൻസി റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ ലേറ്റ് ഓഡിറ്ററി ഇവോക്ഡ് പൊട്ടൻഷ്യൽ എന്നും പറയും, കോർട്ടിക്കൽ ഓഡിറ്ററി ഇവോക്ഡ് പൊട്ടൻഷ്യൽ എന്നും പറയും. ഇത് മെയിൻലി നമ്മൾ കോർട്ടിക്കൽ ഏരിയയിൽ നിന്നാണ് ഇവോക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ലാറ്റൻസി വന്നിട്ടുള്ളത് 50 to 300 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ ABRനെ MLRനെ കാണിലും കൂടുതൽ ഹയർ ആംപ്ലിറ്റ്യൂഡ് ഉള്ളത് LLRനാണ്. കാരണം എന്താ വെച്ചാൽ അത് സ്കാൽപ്പിന് ക്ലോസർ ആയിട്ടാണ് നമ്മൾ വേവ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഓഡിറ്ററി കോർട്ടെക്സ് ഉണ്ട്, തലാമസ് ഉണ്ട്, ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഹിപ്പോകാമ്പസ്. ഇതിനും 4 കോമ്പണൻസ് ആണുള്ളത്: P1, N1, P2, N2. അപ്പോൾ P1 50 മില്ലി സെക്കൻഡിൽ ജനറേറ്റ് ആവും. N1 നെഗറ്റീവാണ്, 80 to 100 മില്ലി സെക്കൻഡ്. P2 എന്ന് പറഞ്ഞാൽ 150 to 200 മില്ലി സെക്കൻഡ്. N2 എന്ന് പറഞ്ഞാൽ 250 to 300 മില്ലി സെക്കൻഡ്. മോസ്റ്റ് ഓഫ് ദ നോർമൽസിലും ഈ N2 ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ മോസ്റ്റ് സ്റ്റേബിളായിട്ട് നോക്കുന്നത് N1 P2 കോംപ്ലക്സ് ആണ്. ആൻഡ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിൽട്ടർ സെറ്റിങ്സ് 1 to 30 ഹെർട്സ്. അനാലിസിസ് ടൈം എന്ന് വെച്ചാൽ പ്രീ സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ 100 മില്ലി സെക്കൻഡും പോസ്റ്റ് സ്റ്റിമുലസ് ആയിട്ട് 500 മില്ലി സെക്കൻഡുമാണ് കൊടുക്കുക. ഗെയിന് 30K to 50K കൊടുക്കുന്നുണ്ട്. സ്റ്റിമുലസ് മെയിൻലി നമ്മൾ ടോൺ ബസ്റ്റ് ആണ്, 250 to 4 kHz വരെ ചെയ്യും. പിന്നെ ഇതിൽ പേഷ്യൻറ്റിൻ്റെ സ്റ്റേറ്റ് എവേക്കും അറ്റൻറ്റീവും ആയിരിക്കണം. പിന്നെ നമ്മൾ സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലേറ്റൻസി കിട്ടും. അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡും കൂടും. ആൻഡ് ഇലക്ട്രോഡ് നേരത്തെ പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർട്ടിക്കൽ മെച്ചുറേഷൻ അസസ് ചെയ്യാൻ, ത്രഷോൾഡ് എസ്റ്റിമേഷന്, ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ് പോപ്പുലേഷനും പിന്നെ ഓഡിറ്ററി കോർട്ടെക്സ് ഫംഗ്ഷന് അസസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇനി അടുത്തത് കഴിഞ്ഞിട്ടുള്ളതാണ് P300. അപ്പോൾ അതിൽ കോഗ്നിറ്റീവ് ഇവോക്ഡ് പൊട്ടൻഷ്യലാണ്. ഇതിൽ നമ്മളൊരു റെയർ ആയിട്ടുള്ള സ്റ്റിമുലൈ കൊടുത്തിട്ട് അതിന് അറ്റൻറ്റീവ് ആയിട്ട് അങ്ങനെ എടുക്കുന്ന വേവാണ് P300. അപ്പോൾ ഇത് എൻഡോജീനസ് റെസ്പോൺസ് ആണ്, അതായത് പേഷ്യൻറ്റിൻ്റെ തിങ്കിങ്, അറ്റൻഷൻ, ഡിസ്ക്രിമിനേഷൻ, മെമ്മറി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ പേഴ്സണിന് ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ കൊടുക്കും, ഏത് ഒരു റെയർ അല്ലെങ്കിൽ ടാർഗറ്റ് സ്റ്റിമുലസ്. അങ്ങനെ ആ സ്റ്റിമുലസിന് പേഷ്യൻ്റ് റെസ്പോൺസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഈ P300 വേവ് വരിക. അപ്പോൾ ഇതിൻ്റെ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ 300 മില്ലി സെക്കൻഡ്സ് ആണ്. ജനറേറ്റർ വന്നിട്ട് ഓഡിറ്ററി കോർട്ടെക്സ് ഉണ്ട്, ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, ഹിപ്പോകാമ്പസ് ഉണ്ട്. ഇതിൽ പേഷ്യൻ്റ് അലേർട്ട് ആയിരിക്കണം, അവൈക്ക് ആയിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം. ഇനി പിന്നെ ഇതിലൊരു സ്റ്റിമുലസ് പാരാഡിഗ്മ ഉണ്ട്, അതായത് ഓഡ് ബോൾ പാരാഡിഗ്മാണ്. അതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഒരു ടോൺ കൊടുക്കും, അതിൻ്റെ ഒപ്പം തന്നെ റെയർ ആയിട്ടൊരു ടോൺ കൊടുക്കും. 80% ഫ്രീക്വൻറ്റ് ടോൺ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ റെയർ ആയിട്ടുള്ള ടോൺ ഉണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റെയർ സൗണ്ടിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ആണ് P300 വേവ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് കോഗ്നിറ്റീവ് ഫങ്ഷൻ അസസ് ചെയ്യാം, പിന്നെ സെൻട്രൽ ഓഡിറ്ററി പ്രോസസ്സിങ്ങിൻ്റെ ഇവാലുവേഷൻ വേണ്ടിയിട്ട് മെമ്മറി അറ്റൻഷനൊക്കെ അസസ്മെൻറ്റ് ചെയ്യുക, പിന്നെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് മോണിറ്റർ ചെയ്യുക. ഇതിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് വെച്ചിട്ട് ഫിൽട്ടർ സെറ്റിങ്സ് ലോ പാസ് 30 to 50 ഹെർട്സും ഹൈ പാസ് 0.1 ഹെർട്സ് to 0.25 ഹെർട്സും. ബാക്കി എല്ലാ പ്രോട്ടോക്കോൾ സെറ്റിങ്സും LLRൻ്റെ സെയിം ആണ്. ഇനി ഇതിൽ തന്നെ വന്നിട്ടുള്ള അടുത്തതാണ് മിസ്മാച്ച് നെഗറ്റിവിറ്റി. അതായത് ഒരു ചേഞ്ചിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ബ്രെയിൻ്റെ ഓട്ടോമാറ്റിക് ആ സംഭവമാണ് മിസ്മാച്ച് നെഗറ്റിവിറ്റി ചെക്ക് ചെയ്യണത്. അതായത് ഇപ്പം ഇതിലും ഓഡ് ബോൾ പാരാഡിഗ്മാണ്. ആ ചേഞ്ച് ബ്രെയിൻ മനസ്സിലാക്കുമ്പം വരുന്ന വേവാണ് മിസ്മാച്ച് നെഗറ്റിവിറ്റി. ഇതിൻ്റെ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ 100 to 250 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിലെ ജനറേറ്റർ എന്ന് വെച്ചാൽ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്, ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇതിൽ അറ്റൻഷൻ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു സ്റ്റിമുലസ് കൊടുത്ത് അതിൻ്റെ ഇടയിൽ വേറൊരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ആ ചേഞ്ചിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ MMN നമുക്ക് കിട്ടും. ഇതിൻ്റെ ആപ്ലിക്കേഷന് CAPD, സ്കീസോഫ്രീനിയ, ഡിമെൻഷ്യ ഇതിലൊക്കെ ആണ്. അപ്പം ഇത്രയാണ് ഇവോക്ഡ് പൊട്ടൻഷ്യൽസിലുള്ളത്. അപ്പം നമ്മൾ ഇവോക്ഡ് പൊട്ടൻഷ്യലിൽ MLR, LLR, P300, MMN കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.